എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹൈദരാബാദി ദം ബിരിയാണി. തക്കാളിയൊന്നുമില്ലാതെ നല്ല ജീരകവും ജീരകവും ഒക്കെ ഇട്ട് ഒരു ബിരിയാണി. നല്ലതായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ ഏലക്ക, ജാതിപത്രി, ഒരു ജാതിക്കയുടെ ഹാഫ് ഭാഗം ജാതിക്കയും, 3-4 പീസ് കറുവപ്പട്ട, 7-8 വറ്റൽമുളക്, 7-8 ബേ ലീവ്സ്, 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ഗ്രാമ്പൂ. ഇത് ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. 4 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറുകത ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉള്ളി നമുക്ക് വറുത്ത് കഴിയുമ്പോഴിങ്ങനെ കിട്ടും. അതുപോലെ തന്നെ അരമുറി നാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 പച്ചമുളക് ചതച്ചത്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണിത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ വേണം. പുതിനയിലയും മല്ലിയിലയും ഓരോ കൈപ്പിടി. ഇത് ഉള്ളി വറുത്ത ഓയിലാണ്, ഒരു 4 ടേബിൾ സ്പൂൺ അതുകൂടെ ഒഴിച്ചു കൊടുക്കണം. തൈര് ഒരു 300 ഗ്രാം തൈരുണ്ടിത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഫ്രൈഡ് ഒനിയനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3/4 ഭാഗം ഫ്രൈഡ് ഒനിയനാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി ഒരു 2 മണിക്കൂർ നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. ഇതേപോലെ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ മട്ടൺ നല്ല ടേസ്റ്റും സോഫ്റ്റും ഉണ്ടായിരിക്കും. നമുക്കിതൊരു കുക്കറിൽ ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. 1 മിനിറ്റ് നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വഴറ്റാൻ. മട്ടണിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ വന്നു. ഒരു കപ്പ് ചൂടുവെള്ളം നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മട്ടൺ വേവിക്കാൻ വെക്കാം. ഒരു വിസിൽ വന്ന ശേഷം ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10-15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. പിന്നെ മട്ടൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കുമല്ലോ കുക്കിംഗ് ടൈം. ഇത് 1 കിലോ റൈസാണ്, അരമണിക്കൂർ കുതിർത്തതാണിത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 3 ബേ ലീവ്സ്, 1 സ്റ്റാർ, 3-4 പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കണം. 5-6 ഗ്രാമ്പൂ, 2 നുള്ള് കുരുമുളക്, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് നമുക്ക് ആ തോടോടുകൂടി ഇട്ട് കൊടുക്കണം. 5-6 ഏലക്ക, 1/2 ടീസ്പൂൺ ജീരകം. ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഒന്ന് കോരി മാറ്റണം. ഒരു അരമണിക്കൂർ കൂടുതലായി ഞാൻ ഈ റൈസ് കുതിർത്ത് വെച്ചിട്ട് വെള്ളത്തിൽ നമുക്ക് റൈസിന് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗം വെന്താൽ മതി റൈസ്. നമുക്കിത് ഇതേപോലെ നമുക്കത് കോരിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറൊന്ന് തുറന്നിട്ട് നമുക്ക് മട്ടൻ വെന്തോ ഒന്ന് നമുക്ക് നോക്കാം. മട്ടൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ലെയറായിട്ട് നമുക്ക് റൈസും ഇട്ട് കൊടുക്കണം. കുറച്ച് ഫ്രൈഡ് ഒനിയനും അങ്ങനെ നമുക്ക് ലെയറായിട്ട് ഒന്നിട്ട് കൊടുക്കാം. ഏറ്റവും മുകളിൽ നമുക്കിതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കുങ്കുമപ്പൂ ഞാനൊരു കുറച്ച് നേരത്തെ പാലിൽ കലക്കി വെച്ചതാണ്. പ്രത്യേകിച്ചും ഹൈദരാബാദി ബിരിയാണി ആകുമ്പോൾ ഇതൊക്കെയാണല്ലോ കൂടുതലും മണവും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. 2-3 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത ശേഷം നല്ല ചൂടായ ഒരു തവയുടെ പുറത്തേക്ക് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബിരിയാണി ദമ്മായിട്ട് കിട്ടും. അടപ്പും കൂടെ വെച്ച് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. നല്ലതായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് റൈസ് ഒന്ന് എടുത്ത് നോക്കാം. റൈസൊക്കെ ഒന്നിലൊട്ടാതെ തന്നെ നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുങ്കുമപ്പൂവൊക്കെ ഇട്ട ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല റൈസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുങ്കുമപ്പൂവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതിന്. റൈസൊക്കെ നല്ല കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.
ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളിവിടെ കാത്തിരിപ്പുണ്ട്, നമുക്ക് കൊടുക്കാം. എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല മട്ടനൊക്കെ നല്ല ഫ്ലേവറുണ്ട്.